മോനെ അപ്പു, അപ്പു എന്നിട്ട് കണി കാണണ്ടേ? വാ. കണ്ണ് തുറക്കണ്ടാട്ടോ. കണ്ണു തുറന്നു. മോനെ ദാ പോയി കത്തിക്ക്.
ഇങ്ങനെ എത്ര കാലം നടക്കാന്നാ? എത്ര കാലം വേണേലും നടക്കാം. ഉവ്വ്. അതല്ലേ സുഖം. അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. നിന്നെ കല്യാണം കഴിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാ അയ്യോ. എന്തു പറ്റി? വേറൊന്നുമല്ല, പണ്ട് ഓണക്കാലത്ത് പൂ പറിക്കാൻ കൂടെ ഇങ്ങനെ നടക്കും. കുട്ടി ഫ്രോക്കും ഒക്കെ ഇട്ട് മൂക്കളെ ഒലിപ്പിച്ച്. എന്റെ കയ്യിൽ നിന്ന് മേടിക്കോ? വിഷമിക്കണ്ട, ഉടനെ തന്നെ കല്യാണം. പിന്നുടനെ അയ്യോ അമ്മ. നീ ഇത് എന്ത് കൽപ്പിച്ചിട്ടാ കുട്ടി? എല്ലാം ശരിയാ, ചെറുപ്പത്തിൽ കളിച്ചു നടന്നിട്ടുണ്ടാവും, മുറി ചെറുക്കനും ആവാം. പക്ഷേ അമ്മ ഇനി ഒന്നും പറയണ്ട. എന്താ കുട്ടി ഇങ്ങനെ ഒരു പിടിവാശി? അവന്റെ വീട്ടിലെ പാരമ്പര്യം അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു പരീക്ഷണം വേണോ മോളെ? അമ്മ ഞങ്ങളെ പിരിക്കാൻ മാത്രം നോക്കണ്ട. എല്ലാം സുഹൃതക്ഷയൊന്നല്ലാണ്ട് എന്ത് പറയാൻ. എന്നാലും ഇങ്ങനൊരു ബന്ധത്തിന് നീ വളം വെച്ച് കൊടുക്കരുതായിരുന്നു. അമ്മ എന്തിനാ എങ്ങനെ പറയണേ? അവളുടെ നിർബന്ധം അമ്മയും കണ്ടാലേ. ആ ശങ്കുണ്ണി, ഇന്ന് വരില്ലേ കുളിപ്പിക്കാൻ? ഇന്നിപ്പോ 10-15 ദിവസമായി. ഇന്ന് വിഷു അല്ലേ, വരുമെന്നറിയില്ല. ആ, ഏതായാലും ഉച്ച കഴിഞ്ഞൊന്ന് പോയി നോക്കാം. ഓ, എല്ലാവരും ഇപ്പം വലിയ തമ്പുരാക്കന്മാരായില്ലേ? ആ, എല്ലാം അനുഭവിച്ച തീരെ തന്നെ. എന്താ അതിന്റെ ഒരു രൂപം? എല്ലാം വിധിയെന്നല്ലാണ്ട് എന്താ പറയാ? അല്ലാണ്ട് ഇപ്പം പ്രത്യേകിച്ച് വല്ലതുണ്ടായോ? ആഹാ, പായസം. ഇന്നെന്താ വിശേഷം? അപ്പു എക്സ്കർഷന് പോയിട്ട് വരുമ്പോഴേക്കും പായസം ഉണ്ടാക്കി വെച്ചേക്കണോന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ ഒരു കാര്യം. അവൻ പോവാൻ നേരം പറയുക ഞാനും അവന്റെ ഒപ്പം ചെല്ലണമെന്ന്. അവനും അച്ഛനെ പോലെ ഓരോ നിർബന്ധമൊക്കെ തുടങ്ങിയിരിക്കണം. നമ്മുടെ ശങ്കുണ്ണിയാരല്ലേ ഓടി വരുന്നത്? എന്താ ശങ്കുണ്ണിയാരെ? ഞാൻ വഴിന്ന് പറഞ്ഞു കേട്ടതാ. സ്കൂളിൽ നിന്ന് എക്സ്കർഷന് പോയ ബസ് പറഞ്ഞു അപ്പൂട്ടന്റെ. എന്താ ശങ്കുണ്ണ പറ്റിയ? അപ്പൂട്ടന്റെ സ്കൂളിലെ ബസ് പറഞ്ഞു. എവിടെ വെച്ച്? അതൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങാടി പോണ വഴി കേട്ടതാ. കൂടുതൽ തിരക്കാൻ നിന്നില്ല. എന്റെ രാധേ, അപ്പൂരൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. കുട്ടനോട് പോയി അന്വേഷിക്കാൻ പറയാം. അവരവിടെ. എന്താ മാഷ ഉണ്ടായേ? ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ആർക്കും കൂടുതലൊന്നും പറ്റിയില്ല. വണ്ടി മരത്തിൽ ചാരുന്നോണ്ട് രക്ഷപ്പെട്ടു. ബസ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ഉടനെയായിരുന്നു സംഭവം. ഭഗവാനെ, ഞങ്ങൾ കുട്ടികളെ ഓരോരുത്തരെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടോണ്ടിരിക്കുക. എന്നാ ഞാൻ ഇറങ്ങാം. വേറെ 2-3 കുട്ടികൾ വണ്ടിയിലുണ്ട്. പോട്ടെ അപ്പു. അമ്മേ, അച്ഛൻ എവിടെ? അമ്മേ,
ടെൻഷൻ. കുട്ടേട്ടാ, അച്ഛാ 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 അമ്മ അച്ഛാ അച്ഛാ എനിക്കൊന്നും പറ്റിയിട്ടില്ല. കുട്ടേട്ടാ, അച്ഛാ കുട്ടേട്ടാ. അപ്പു, 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 കുട്ടേട്ടാ, അപ്പു, കുട്ടേട്ടാ, അപ്പു, കുട്ടേട്ടാ, അപ്പു ഇവിടെ ഉണ്ട്. അപ്പു, കുട്ടേട്ടാ, 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 അപ്പു, ഞാൻ പറയുന്ന കേക്ക് കുട്ടേട്ടാ. മോനെ. കുട്ടേട്ടാ, അപ്പു മോനെ, അപ്പു. കുട്ടേട്ടാ, അയ്യോ, കുട്ടേട്ടാ, എന്റെ കുഞ്ഞ്. അയ്യോ, കുട്ടേട്ടാ, അപ്പു, നിക്ക്. അപ്പു, 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 എന്താ കുട്ടാ? അപ്പു, അമ്മേ, അപ്പു, കുട്ടേട്ടാ, അപ്പു, അപ്പു, കുട്ടേട്ടാ. മോൻ എന്തിനാ എപ്പോഴും ഇവിടെ വന്നിങ്ങനെ നോക്കിക്കുന്നേ? വാ. മോൻ അമ്മൂമ്മ ഒരു സാധനം തരാം. നാ, മോൻ വിഷമിക്കണ്ട. അച്ഛൻ്റെ അസുഖമൊക്കെ വേഗം ഭേദാവൂട്ടോ. ഓവേ ഇതാ ഇപ്പൊ കേമായത്. എത്ര കാലായി, എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു. ഓരോ ദിവസം കൂടി കൂടി വരിക, അല്ലാതെ ഒരു കുറവും ഇല്ല. ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? ആ കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ ഓരോന്നും. ഞാനൊന്നും പറഞ്ഞില്ലേ എന്റെ ശിവ ശിവ. ആ, ശങ്കുന്നേരോ? അല്ല, പലചരക്കടെ കയറിയില്ലേ? അയാൾ കുറച്ച് മടി കാണിച്ചു. മത്തായിയുടെ മോനാ.
കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മാസം തൊട്ട് ബാക്കി കൊടുക്കാൻ കിടക്കുന്ന കാര്യം പറഞ്ഞു. അല്ല, നമുക്ക് ആ ദിവാന്റെ കയ്യിൽ നിന്ന് തന്നെ കുറച്ചുകൂടി രൂപ വാങ്ങിയാലോ? മേടിച്ച് തന്നെ കൊടുക്കാൻ കിടക്കല്ലേ. സ്വന്തവും ബന്ധുവും എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എല്ലാറ്റിനും ഇല്ല ഒരു പരിധി. ശങ്കുണ്ണേട്ടൻ വന്നോ? എന്താ കുഞ്ഞ്, വിശേഷം എന്തെങ്കിലും? ഇന്നലെ ഇത്തിരി ബുദ്ധിമുട്ട് കാണിച്ചു. എന്റെ ഭഗവതി, ഇതിനൊരു അന്ത്യമില്ലേ? ആ കുമാരനെ ഇങ്ങോട്ട് കാണാനേ ഇല്ല. ഇന്നിപ്പോ കുളിപ്പിച്ചിട്ട് 8-9 ആ കുളിപ്പിക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തെ. ഞാനും മര്യാദക്കൊന്ന് കുളിച്ചിട്ട് ആഴ്ച 1 ആ ശങ്കുണ്ണിയെ, താൻ പീടിയെന്ന് വരുമ്പോഴേ കുറച്ച് പയറ് പൊടി ഇഞ്ചിയും വാങ്ങാൻ മറക്കണ്ട കേട്ടോ. ഓ ദൈവമേ, ഇപ്പൊ അതല്ലേ ധൃതി. ശങ്കുണ്ണേന് പോയി രാമേട്ടനോട് ഇത്രയും വരെ ഒന്ന് വരാൻ പറയാ. ഇങ്ങോട്ട് കണ്ടിട്ട് 2-3 ദിവസമായി. ഓ, അല്ല ഇതാരാ? ഇപ്പൊ ദിവാന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഒരു 100 ആയുസ. ഇന്നത്തെ കാലത്ത് ആയുസ് നീട്ടി കിട്ടിയിട്ട് എന്തിനാ? ദിവാകരനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഞാൻ കുറച്ചു കഴിഞ്ഞേ പോകുന്നുള്ളൂ. ആ. ദാ, അമ്മൂമ്മക്ക് ജാപ്പാണം പോയില്ല. ആ ആ കിട്ടിയത് നന്നായി. കുട്ടൻ കിടപ്പിലായ ശേഷം മുറുക്കാനൊക്കെ വല്ലപ്പോഴാ. ആ വന്ന് വന്ന് ആരും കൊണ്ട് വരാതെയായി. എന്താ മുത്തശ്ശി ഇത്? ഞാൻ കഴിഞ്ഞ ആഴ്ചയല്ലേ വന്നു പോയത്. അമ്മേ, കുട്ടൻ എങ്ങനെയുണ്ട്? ആ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. നീ ഇരിക്കേ, ഞാൻ ചായ എടുക്കാം. മുത്തശ്ശി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്ത് വിശേഷം? കുട്ടൻ ഇപ്പോഴും പറയത്തക്ക മാറ്റമൊന്നുമില്ലല്ലേ? ആ, നീ വന്നത് നന്നായി. നിനക്ക് ഇന്ന് വേറെ പണിയൊന്നുമില്ലല്ലോ? ഇല്ല. ആ, എന്നാ വാ. രാവിലെ നമുക്ക് സൊസൈറ്റി ചെന്ന് കുറച്ച് വളം എടുക്കണം. പിന്നെ എനിക്ക് ആ ബാങ്കിലൊന്ന് കയറണം. ആ, കുട്ടനുണ്ടായിരുന്നപ്പോൾ എല്ലാത്തിനും ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. നിന്റെ അച്ഛനല്ലേ ആ വരുന്നത്? ശങ്കുണ്ണി എന്താ രാവിലെ തന്നെ? അവട്ടാ, ഇന്നലെ കുട്ടൻ അസുഖം ഒത്തിരി കൂടുതൽ കാണിച്ചു. വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞു. ഈശ്വരാ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാനും ഇവനും കൂടി സൊസൈറ്റി വരെ ഒന്ന് പോകാൻ തുടങ്ങിയായിരുന്നു. അറിഞ്ഞ സ്ഥിതിക്ക് ആദ്യം അങ്ങോട്ട് തന്നെ ആവട്ടെ. അങ്ങനെയാണെങ്കിൽ സൊസൈറ്റി ഇവൻ തന്നെ പോട്ടെ. അത് ഇനി മാറ്റം വേണ്ട. ആ, അതാ നല്ലത്. നീ തന്നെ പോയാൽ മതി. വരാ. ഇന്നലെ ഇത്തിരി കൂടുതലായിരുന്നു, അതാ ശങ്കുണ്ണി വിട്ടത്. മനഃപൂർവ്വം വരാതിരുന്നല്ല, 100 കൂട്ടം കാര്യങ്ങളല്ലേ. എന്റെയും വല്യമാവന്റെ മകൻ തന്നെയല്ലേ. അങ്ങനെക്കുണ്ടായിരുന്നില്ലേ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പം? ആവുന്നത്ര പറഞ്ഞല്ലേ അവളോട്. അപ്പൊ ഭ്രാന്ത് പാരമ്പര്യമല്ല, അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞ്. ആ, ഇനിയിപ്പൊ അതും ഇതൊക്കെ പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ആശുപത്രിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നതും അവളുടെ നിർബന്ധം കൊണ്ടല്ലേ? അവിടെ കിടന്ന് നരയ്ക്കുന്നുണ്ടപ്പോ എനിക്കും തോന്നി അതാ നല്ലതെന്ന്. അവിടുത്തെ 4 മാസം ചികിത്സ കൊണ്ട് ആൾക്കൊരു 4 പോലത്തെ പഴക്കായി. ഞാൻ പോയി നോക്കട്ടെ.
കുട്ടാ, ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഈശ്വര, കുട്ടി വിളിച്ചു തുടങ്ങിയല്ലോ. അഴിച്ചുവിടാന്ന് വെച്ചാൽ കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് എന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട, അതിനു വേണ്ടി പറഞ്ഞല്ല. എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ആ, ഞാൻ വരുന്ന വഴിക്ക് തമ്പുരാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്തു. അദ്ദേഹം 1 മണിക്കൂറിനകം എത്തും. എനിക്ക് പോയിട്ട് ഇത്തിരി ആവശ്യമുണ്ട്. വിവരങ്ങളൊക്കെ പറയാ. ആ, ശങ്കുണ്ണി ഉണ്ടല്ലോ ഇവിടെ. വരട്ടെ. നാരായണ 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 നാരായണ. ആ, നീ എന്താപ്പ ഒറ്റയ്ക്ക്? ഒന്നുമില്ല. ആ വടക്കും പുറത്തെ പിള്ളേർ ഇപ്പൊ വരില്ലേ? അവരുടെ കൂടെ പോയാ പോരെ? രാധേ, ഒന്നിങ്ങോട്ട് ഇറങ്ങി വരിക. ഈ കുട്ടിയുടെ ഒരു പോക്ക് കണ്ടില്ലേ? രാധേ, അവൻ ഒറ്റയ്ക്ക് പോണത് കണ്ടില്ലേ? എന്താ ഇപ്പൊ ഒറ്റയ്ക്ക് പോണ്ട കാര്യം? നീ ഇതുവരെ റെഡി ആയില്ലേ? നിന്നെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് സംഘത്തിൽ ചെന്ന് വളത്തിന് ഏർപ്പാട് ചെയ്യാൻ. അച്ഛാ അച്ഛാ, ഞാനിന്ന് വിജീഷിന്റെ ഉണ്ണിയുടെയും കൂടെ പോയിക്കോട്ടെ. അവര് ദിവസം ഒരുമിച്ചാ പോകുന്നത്. ഏയ്, അതൊന്നും ശരിയാവില്ല. ഇന്ന് വേണമെങ്കിൽ ഒരു ദിവസം അവരുടെ കൂടെ പൊയ്ക്കോട്ടെ. ഞാനും വലിയ കുട്ടിയായില്ലേ? ഓ, ഒരു വലിയ കുട്ടി. ഞാൻ തന്നെ റോഡിൽ കൂടെ പോകുന്നത് പേടിച്ചിട്ടാ. അത്രയ്ക്കുണ്ട് വണ്ടികളുടെ തിരക്ക്. അങ്ങനെ കൂട്ടുകാരുടെ ഒപ്പം ഒന്നും പോകാനായിട്ടില്ലടാ മോനെ വലിയ കുട്ടി. വാ, അച്ഛൻ കൊണ്ടുപോടാ. ചേച്ചി, എന്തിനാ എല്ലാം കൂടെ വലിച്ചു വാരി ചെയ്യുന്നത്? ശങ്കുണ്ണിയേട്ടനോട് പറഞ്ഞു വാസുവിനെ വിളിപ്പിച്ച് ചെയ്യിക്കരുത്. ആയിട്ടല്ല, ഒരാളെ നിർത്തിയ വൈകുന്നേരം ആവുമ്പോൾ അവനും കൊടുക്കണ്ടേ ചുരുങ്ങിയത് 150 രൂപ. എങ്ങനെയാ കാര്യങ്ങൾ നടക്കണമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ചേച്ചി വിഷമിക്കണ്ട. എന്താ ആവശ്യം എന്ന് വെച്ചാൽ ചോദിക്കാൻ മടിക്കരുത്. രാഘവേട്ടനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ, അപ്പൊ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ചായ എടുത്ത് കൊടുക്കട്ടെ? ഈശ്വര, സാധനങ്ങളൊക്കെ തീർന്നല്ലോ. ഇന്നല്ലേ കടയിൽ കാശ് കൊടുക്കാന്ന് പറഞ്ഞത്. കുറച്ചെങ്കിലും എത്തിക്കാൻ എന്താ ഒരു മാർഗം? ചക്കപ്പഴത്തിന്റെ നല്ല മണം. ചക്കപ്പഴം കൊണ്ട് അടി ഉണ്ടാക്കി കഴിച്ച കാലം മറന്നു. ഈ അമ്മയുടെ ഒരു കാര്യം, ഈ സമയത്ത് ഏതൊക്കെ നിനക്കറിയില്ല. ഈ സമയത്താവുമ്പോ ചക്ക ആവശ്യത്തിന് കിട്ടും. ഓ എന്റെ ദൈവമേ. ആ, അല്ല, അപ്പോ ഇവിടെ സ്കൂള് വിട്ട് വന്നിട്ട് ഇതുവരെ ചായ കുടിക്കാൻ വന്നില്ലല്ലോ. അവൻ വന്നു? ആ, ഞാൻ കണ്ടില്ലല്ലോ. അപ്പു, അപ്പു, അപ്പു.
ആഹാ, മോനെന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? ദേ, അമ്മ എന്തൊക്കെയാ കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നൊന്ന് നോക്കിയേ. വാ അപ്പോ, എഴുന്നേൽക്ക്. എന്താ രാധേ? എന്റെ കുട്ടി കളിച്ചും കളിപ്പിച്ചും നടക്കേണ്ട പ്രായത്തിൽ അവനതിലൊന്നും വലിയ താല്പര്യമില്ല. എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്കിരിപ്പ. ഈ വീട്ടിലിപ്പോ ഏറ്റവും പ്രായ കൂടുതൽ അവനാണെന്ന് തോന്നുന്നു. സൈലൻസ്. സുമേഷ്. കൊള്ളാം, മിടുക്കൻ. മേഴ്സി. ആ കൊള്ളാം, മിടുക്കി. രണ്ടുപേർക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഗോപിനാഥൻ. എന്തു പറ്റി? കളി ഇത്തിരി കൂടുതലാ അല്ലേ? കുറച്ചുകൂടി നന്നാകണം. അപ്പുക്കുട്ടൻ. എന്താ ഇത്? ഇതെന്താ ഇങ്ങനെ? അടുത്ത പീരീഡ് PT അല്ലേ? സ്റ്റാഫ് റൂമിലേക്ക് വരും. എന്താ സുഭദ്ര ടീച്ചർക്ക് ഈ പീരീഡ് ഫ്രീ ആണോ? ലീലാവതി ടീച്ചർക്ക് എന്തോ പോർഷൻ തീരാഞ്ഞ് എന്റെ അരമണിക്കൂർ വാങ്ങിച്ചു. ആഹാ, അപ്പോ രണ്ടുപേരും പരസ്പര സഹായ സഹകരണ സംഘക്കാരാണല്ലോ. ആ കേറ് വാപ്പു. എന്താ പൂക്കട്ട ഇത്? ഇതെന്ത് പറ്റി? വീട്ടിൽ ഇരുന്ന് ഒന്നും പഠിക്കാറില്ലേ? കേട്ടോ ടീച്ചറേ, നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാ. ദാ ഇതിപ്പോ കണ്ടില്ലേ, എല്ലാത്തിനും മാർക്ക് തീരെ കുറഞ്ഞിരിക്കും. അപ്പു നല്ല കുട്ടിയാ, നന്നായി പഠിച്ചോളൂ. ആ വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് അടുത്ത പ്രാവശ്യം കൂടുതൽ മാർക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പൊ വയ്ക്കുള്ളൂ. മാഷേ, മാഷിക്കപ്പൊ കാര്യമൊന്നും അറിയില്ലേ? ഇല്ല. ആ കുട്ടിയുടെ അച്ഛനെ സുഖമല്ലാണ്ട് വീട്ടിൽ പൂട്ടിയിട്ടിരിക്ക. ചില ദിവസമൊക്കെ ഭ്രാന്ത് കൂടുന്നാ പറയുന്നേ. എത്ര നാളായി? കൊറേ നാളായി. അതിനുവേണ്ട ചികിത്സയൊന്നും ചെയ്തില്ലേ? കൊറേ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി, പക്ഷെ ഒരു ഗുണവും ഉണ്ടായില്ല. അവസാനം വീട്ടിൽ തന്നെ കിടത്തിയിരിക്ക. എനിക്കറിയില്ലായിരുന്നു അവന്റെ മനസ്സിൽ ഇനി വിഷമമായോ എന്തോ. അതിന് മാഷിപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, എന്നാലും ഓർക്കുമ്പോ ഒരു പ്രയാസം. ആ കുട്ടിയുടെ അമ്മയും ഞാനും സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. അവരുടെ വീടിനടുത്തൂടെ ഞാൻ എന്നും വരുന്നത്. ഒരു ദിവസം കയറി സൂചിപ്പിക്കാം. എന്താ അപ്പു കളിക്കാൻ പോകാത്തത്? അവരുടെ കൂടെ പോയി കളിക്കാം. വേണ്ട മാഷേ, ഞാൻ കളിക്കുന്നില്ല. എന്നാ വാ, നമുക്ക് അവിടം വരെ നടന്നിട്ട് വരാം. ഈ നിഴലുണ്ടാകുന്നത് എങ്ങനെയെന്ന് അപ്പുനറിയാലോ. പറയാം. വെളിച്ചം കടക്കാത്തൊരു വസ്തുവിൽ പ്രകാശം തട്ടുമ്പോൾ നിഴലുണ്ടാകുന്നു. നമ്മൾ സൂര്യപ്രകാശത്തിലൂടെ നടക്കുമ്പോൾ ഒരു കൂട്ടുകാരനെ പോലെ നിഴൽ നമ്മുടെ കൂടെ ഉണ്ടാവും, എപ്പോഴും എവിടെയും. പക്ഷേ സൂര്യപ്രകാശത്തെ കാർമേഘം എന്ന് മറയുമ്പോൾ നിഴൽ നമ്മളെ വിട്ട് മാഞ്ഞു പോകും. അപ്പൊ നമ്മളെന്ത് വിചാരിക്കും? നിഴൽ നമുക്ക് നഷ്ടമായി, ഇനി ഒരിക്കലും അത് തിരിച്ചു വരില്ല എന്ന്. എന്നാൽ കാറ്റ് വന്ന കാർമേഘം മാറുമ്പോൾ നിഴൽ നമ്മുടെ അടുത്ത് ഓടിയെത്തും, ഒരു കൂട്ടുകാരനായി. ഇത് നമ്മുടെ പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങളാണ്. ഇതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളിലും നല്ലതും ചീത്തയും മാറി മാറി വരും. അത് സ്ഥിരമായ ഒന്നല്ല. അപ്പോ കാർമേഘം മാറി വെളിച്ചം തന്നെ വരും. അതുകൊണ്ട്
നല്ല മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ കൂടുതൽ സന്തോഷിക്കുവാനും ചീത്ത മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ അത് തന്നെ ഓർത്ത് ദുഃഖിക്കാനും പാടില്ല. മോന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആ അതുകൊണ്ട് ഇന്നു മുതൽ മാഷ് പറയുന്നൊക്കെ കേട്ട് നല്ല കുട്ടിയായി പഠിച്ചു വളരണം കേട്ടോ. രാധേ രാധേ സുഭദ്രയോ എന്താ ഈ വഴിക്കൊക്കെ? വീട്ടിലേക്ക് പോകുന്ന വഴി കയറിയെന്നേ ഉള്ളൂ. കുറച്ചു ദിവസമായി വിചാരിക്കുന്നു ഒന്ന് വരണമെന്ന്. അപ്പുവിന്റെ അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? കാര്യമായ മാറ്റം വല്ലതുണ്ടോ? ഞാനൊരു കാര്യം സൂചിപ്പിക്കാനാ വന്നത്. ഈയിടെയായിട്ട് അപ്പു പഠിക്കാൻ കുറച്ച് മോശമായിട്ടാ കാണുന്നേ. അല്ല, അത് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒന്ന് ശ്രദ്ധിച്ചാ എല്ലാം ശരിയാവും. വേദനിക്കുന്നു അമ്മൂമ്മേ. കുളിക്കീട്ടുണ്ടാവും. ഈ കുഴമ്പിട്ട് 4 പ്രാവശ്യം ഒഴിഞ്ഞാൽ ഏത് ഉളുക്കും പമ്പ കടക്കും. ഒടിവുണ്ടാവാഞ്ഞാ മതി. എന്നാൽ അവന്റെ ഒരു അഹമ്മതി. ഒന്നും അറിഞ്ഞോണ്ടല്ലോ. ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ അമ്മേ? അത് ശരിയാ. അല്ലെങ്കിൽ ആർക്കാ ഈ വീട്ടില് ബോധമുള്ളേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ ആർക്കും ഇട്ട് പിടിക്കുകയില്ല. കയ്യൊന്നും കൊണ്ട് നോർത്തി. ആരോ വിളിക്കുന്നുണ്ടല്ലോ. ആരാണാവോ? എന്ത് പണിയാ രാധേടമ്മയെ കാണിച്ചത്? എന്താ എന്ത് പറ്റി? കുട്ടനെ ആരാ റോഡിലേക്ക് അടിച്ചു വിട്ടത്? അവിടെ വണ്ടികളൊക്കെ തല്ലിപ്പൊളിച്ച് വഴി ബ്ലോക്കായി കുറെ ആളുകളും കൂടിയിട്ടുണ്ട്. എന്താ എന്ത് പറ്റി? എന്നെ പുറത്തേക്ക് തുറന്നു വിട്ടു. റോഡിലാകെ ബഹളം. സമാധാനിപ്പിക്കും. ഞങ്ങളൊന്ന് പോയി നോക്കിട്ട് വരാം. വാ വന്നേ. ഒന്ന് മാറി
ഇതെങ്ങനെ സംഭവിച്ചു? ഇനി ഒരു കാരണവശാലും പുറത്തു പോകാൻ അനുവദിക്കരുത്. വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇനി ഒന്നുകൂട്ടി ചെയ്യാനുമില്ല. ആഹാ, വേണ്ടാത്ത പണി കാണിച്ച് ഇവിടെ വന്നിങ്ങനെ ഒളിച്ചു നിക്ക. ഇനി നെയ്യായിട്ട് എന്തിനാ ബാക്കി വെക്കണേ? തുടങ്ങിക്ക അച്ഛനെ പോലെ. അമ്മമ്മേ, മാമോനെ നടക്ക്. അല്ല, അതിപ്പോ ഇവിടെ മാത്രമല്ല, കേരളത്തിന് വെളിയിൽ നിന്ന് കൊണ്ടുവരണുണ്ട്. ഞങ്ങൾ എന്നപ്പോ തന്നെ 2 കൂട്ടർ വന്നിരുന്നു. കണ്ടിട്ട് ഹിന്ദിക്കാരാണെന്ന് തോന്നുന്നു. ആ, കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. ഇനിയിപ്പോൾ വൈകിക്കാൻ പറ്റില്ല. അറ്റ കൈക്ക് ചിലപ്പോൾ അതന്നെ ചെയ്യേണ്ടി വരും. എന്നാ ഞങ്ങൾ ഇറങ്ങുക. ഒന്ന് ടൗൺ വരെ പോണം. ആയിക്കോട്ടെ. ആ, ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ. അത്യാവശ്യം വന്നാൽ വിളിപ്പിക്കും. നിങ്ങളൊക്കെ ഉള്ളൊരു സഹായത്തിന്. ഇല്ല, ഞങ്ങൾ ദൂരത്തെങ്ങും പോകുന്നില്ല, ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. ഓ, അമ്മേ, രാധേച്ചിക്ക് കാര്യങ്ങളൊക്കെ അറിയാമോ? എല്ലാം അറിയിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയ സാഹചര്യമാണോ ഇത്? കഴിഞ്ഞ ദിവസം അവളെ ഉപദ്രവിച്ചു. പോരാത്തതിന് റോഡിലിറങ്ങി പ്രശ്നങ്ങളായി. 3 സ്ത്രീകളും കുട്ടിയും മാത്രമുള്ള ആ വലിയ വീട്ടിൽ ഇനി അവനെ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. വല്ല അതിക്രമം കാട്ടിയാ ആരോട് പറയും? എന്തു ചെയ്യും? അതുകൊണ്ട് ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്നാലും അവളെ അറിയിക്കാതെ നീ എന്തൊക്കെയായി പറയുന്നത്? ആർക്ക് വേണ്ടി അതൊക്കെ ചെയ്യുന്നത്? ഒരു കുട്ടിയുടെ അമ്മയാണെന്ന് വെച്ച് പ്രായത്തിലല്ലേ ആയിട്ടുള്ളൂ. അവൾക്കും വേണ്ടി ഒരു ജീവിതം. അതുകൊണ്ട് അത് തന്നെ ചെയ്യാൻ ഞാനങ്ങോട്ട് തീരുമാനിച്ചു. ഇല്ല, അത് മാത്രം ഞാൻ സമ്മതിക്കില്ല. പിന്നെ നീ എന്നാ നിരീക്ഷിക്കണേ? ആയുർവേദം, അലോപ്പതി, മന്ത്രം, തന്ത്രം. മോളെ, നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞാൽ ഇത് നമ്മളായിട്ട് തുടക്കം കുറിക്കുന്ന ഒന്നുമല്ല. ബോംബെയിലും കൽക്കട്ടയിലുമുള്ള വലിയ വലിയ വീട്ടുകാർ ചെയ്യുന്നതാ. അപ്പൊ അതന്നെ അങ്ങോട്ട് ചെയ്യാനാണോ തീരുമാനം? പിന്നല്ലാതെ വേറെ എന്താ ഇപ്പൊ ചെയ്യാ? ആശുപത്രി കൊണ്ടേ കിടത്താൻ അവൾ സമ്മതിക്കില്ല. ഇവിടെ ഇട്ടിങ്ങനെ കൊല്ലാക്കൊല ചെയ്യിക്കുന്നതിലും ഭേദം അവന്റെ ആത്മാവിനെങ്കിലും മോശം കിട്ടട്ടെ. എന്നാ ഞാൻ ഇറങ്ങാം. നീ അവളോട് സാവകാശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ആ, നല്ല മഴക്കൂള് കാണാനുണ്ട്. ഇതുവരെ നിന്റെ ഇഷ്ടപ്രകാരം എല്ലാം നടന്നു. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്ന അനുസരിക്കും മോളെ. മോളെ, ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ശരിയായി ബോധം വരും. അതിനു മുമ്പ് വേണ്ടി വരികയാണെങ്കിൽ ആ ഗുളിക കൊടുത്തോളൂ.
ആത്മശാന്തിയുടെ പുണ്യതീരമായ കന്യാകുമാരി. ഇവിടെ മൺമറഞ്ഞുപോയ പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തിയേകാനായി വരുന്നവർ. വിശ്വാസത്തിന്റെയും പാരമ്പര്യാചാരത്തിന്റെയും ക്രിയകളിലൂടെ ഈ സാഗര തീരത്ത് അവർ പൂർവികർക്ക് മോക്ഷമൊരുക്കുന്നു. ആ പിള്ളേരെവിടെയാണാവോ? ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. അയ്യേ, മോനെന്തിനാ വിഷമിക്കണേ? വേറെ ഒന്നിനല്ലല്ലോ, അച്ഛന് നല്ലത് വരാൻ വേണ്ടിയല്ലേ. മോനെ കുടിക്കാൻ വല്ലതും വേണോ? സാറേ, ദേ അവര് വരുന്നുണ്ട്. എന്തായി കാര്യങ്ങൾ? എല്ലാം റെഡിയാണ്. കുറച്ച് കണ്ടും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യണം. പ്രധാന മണ്ഡപത്തിൽ പോകാൻ പറ്റില്ല, നാട്ടുകാർ അറിഞ്ഞാൽ പ്രശ്നമാവും. വാ. മൂന്ന് പ്രാവശ്യം തണ്ണി എടുത്ത് കിണ്ടിയില ഒഴി.
ഇനി കയ്യെ പിണച്ചു പിടിച്ച് കിണ്ടിയോടെ വായ മൂടി 3 വാട്ടി കിണ്ടി ഉയർത്തി കീഴവി. ഇനി അന്ത കറുക എടുത്ത് തറയിൽ വരി. ഇനി അന്ത പിണ്ണത്തെ കറിയുടെ മധ്യത്തിൽ വരി. ഇനി കയ്യെ നനച്ച് അപ്പാവും മനസ്സിൽ ധ്യാനിച്ച് എള്ളും പൂവും ചന്ദനവും ചേർത്ത് ഇങ്ക വരി. ഇനി ആശീർവാദം വാങ്ങലാം. അച്ഛൻ്റെ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു ചെല്ലു. സ്വാമിക്ക് ദക്ഷിണ കൊടുക്കുക ശരി. വാമ
അച്ഛൻ പ്രാർത്ഥിക്കട്ടെ. അച്ഛന് മോക്ഷം കിട്ടാൻ വേണ്ടിയല്ലേ. വാ, നമുക്ക് പിന്നെ വരാം. നടക്ക്. വാ. മോക്ഷം നീ എന്താ ഈ പറയണേ? ഭ്രാന്തുള്ള ഒരാളെ കന്യാകുമാരി കടപ്പുറത്ത് കൊണ്ടുപോയി കർമ്മം ചെയ്ത് വിട്ട അയാളുടെ ആത്മാവിന് മോക്ഷം കിട്ടും അത്രേ. ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ആത്മാക്കല്ലേ മോക്ഷം കിട്ടാൻ പോണേ. അതിപ്പോ ഒരു ഇപ്പോഴും ഇല്ല അപ്പോഴും ഇല്ല. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ കണ്ടെത്തിയ ഒരു പിടിവള്ളി, അന്ധവിശ്വാസം. ഇതൊക്കെ ഒരുതരം കയ്യൊഴിയലല്ലേ? പാവൻ രാധ, അവൾ എന്ത് ചെയ്യാനാ? ദേ, ഞാനൊന്ന് അവിടെ വരെ പോയിട്ട് വരാം. അവിടം വരെ പോകുന്നൊക്കെ കൊള്ളാം. അവൾക്കും കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നീയായിട്ട് അവിടെ പോയി അതൊന്നും വിളമ്പാൻ നിൽക്കണ്ട. ശരി. വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒരു രക്ഷപ്പെടലിന്റെയോ ഒഴിവാക്കലിന്റെയോ മാർഗമായി ഉപയോഗിക്കുന്ന ആധുനികതയുടെ ഒരു ബാക്കിപത്രമായി ഇന്ന് ഈ പുണ്യഭൂമി മാറ്റപ്പെടുന്നു. അറിഞ്ഞോ അറിയാതെയോ ഇതിന് വശംവദരാകുകയും ഇരയാക്കപ്പെടുകയും ചെയ്യുന്ന കുറെ നിരപരാധികൾ. മൂല്യങ്ങളും ഭൗതികതയുടെ ആധിക്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഈ യുഗത്തിന്റെ ഒരു തീരാശാപമായി മാറുകയാണോ? കൊച്ചു കള്ള. അപ്പൊ വലുതാവുമ്പോ മോൻ ആരാവണമെന്നാ? എനിക്ക് പട്ടാളക്കാരൻ തന്നെ ആവണം. എന്നിട്ട് ശത്രുക്കളെയൊക്കെ വെടിവെച്ച് എനിക്ക് തോപ്പിക്കണം. അങ്ങനെ ആവുമ്പോ മോന് വീട് വിട്ട് ദൂരെ അതിർത്തിയിലേക്കൊക്കെ പോണ്ടി വരില്ലേ ഞങ്ങളെ ഇട്ടേച്ച്? എന്റെ പുന്നാര അച്ഛനെ വിട്ട് ഞാൻ എങ്ങും പോയില്ല. വണ്ടി വിടണം. ചിലമ്പു തുള്ളുന്ന താളത്തിലാടടിയേ അടടിയടാടടിയാലിനക്കിളിയേ കാലിൽ ചിലമ്പു തുള്ളുന്ന താളത്തിലാടടിയേ പാടിവാതെന്നലേ ഓടിവാതെന്നലേ വാർമഴവില്ലുഞ്ഞാലുമായി വാ കണ്ണനുറങ്ങാൻ കൊച്ചു കള്ളനുറങ്ങാൻ അടടിയടാടടിയാലിനക്കിളി കാലിൽ ചിലമ്പു തുള്ളുന്ന താളത്തിലാടടിയേ
ഇവനൻ സ്നേഹം ഇവനൻ ജീവൻ 1000 ജന്മമായി ഞാൻ ചെയ്ത പുണ്യം ഇവനൻ സ്നേഹം ഇവനൻ ജീവൻ 1000 ജന്മമായി ഞാൻ ചെയ്ത പുണ്യം ഇവനുറങ്ങുമ്പോൾ പഞ്ചമി തിങ്കൾ ഇവനുണരുമ്പോൾ തുയിലുണരുമുരുണ്ണി സൂര്യൻ പൂഞ്ചോലാടിവാ പൂങ്കനവേറിവാ കൺമണിക്കുഞ്ഞി അടടി അടടടിയാലിലക്കിളി കാലിൽ ചിലമ്പു കൊള്ളുന്ന താളത്തിൽ അടടിയേ എങ്ങനെ പാടും എന്തിനി നൽകും വാത്സല്യ കൈകളിൽ ഞാനെന്തോ നൽകും എങ്ങനെ പാടും എന്തിനി നൽകും വാത്സല്യ കൈകളിൽ ഞാനെന്തോ നൽകും എൻ ജന്മമാകെ നിനക്കുള്ളതല്ലേ എന്റെ മനസ്സിൻ മച്ചകം വാഴുമെന്നും നീ കണ്ണ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാടുണ്ണി എന്നോ മനയുണ്ണി അടടിയടാടടിയാലിലക്കിളി കാലിൽ ചിലമ്പു തുള്ളുന്ന താളത്തിലടടിയേ അടടിയടാടടിയാലിലക്കിളിയേ കാലിൽ ചിലമ്പു തുള്ളുന്ന താളത്തിലടടിയേ പാടിവാതെന്നലേ ഓടിവാതെന്നലേ വാർമഴവില്ലുഞ്ഞാലുമായി വാ കണ്ണനുറങ്ങാൻ കൊച്ചു കള്ളനുറങ്ങാൻ അടടിയടാടടിയാലിലക്കിളി കാലിൽ ചിലമ്പു തുള്ളുന്ന താളത്തിൽ അടടിയേ അല്ല രാവിലെ എണീറ്റുടനെ മുത്തശ്ശി ജോലി തുടങ്ങിയോ? ആ അങ്ങോട്ട് വിളിച്ചോണ്ട് പോണവരെങ്കിൽ ഈ പതിവൊന്നും തെറ്റിക്കാൻ എനിക്ക് പറ്റില്ല. ആർക്ക്? മുത്തശ്ശിക്കോ? ആ അതെ. ഏയ് മുത്തശ്ശിക്ക് ഒരു 100 വയസ്സിൽ കുറയില്ല. തീരെ ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വരാത്തത്. തിരുവനന്തപുരത്ത് ഓഡിറ്റിംഗ് കഴിഞ്ഞ് ഇന്ന് വെളുപ്പിനെ എത്തിയത്. രാമേട്ടനെ ഞാൻ അവിടുന്ന് വിളിച്ചിരുന്നു. രാധ എവിടെ? അകത്തുണ്ട്, മുറിയിൽ ഒരേ ഇരിപ്പാ. രാധേ, എന്താ ഇത്? ഇങ്ങനെ ഇതിനകത്ത് തന്നെ ഇരിക്കാതെ നിനക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്നൂടെ? ഒന്നും സാരില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു നമ്മുടെ ആഗ്രഹങ്ങൾ പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് നമുക്ക് ആശിക്കാനല്ലേ പറ്റൂ. നിന്നോട് വേറെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. രാധ എന്തു ചെയ്യ? അവൾക്കൊരു സമാധാനമൊക്കെ ആയോ? എന്ത് സമാധാനം? മര്യാദക്ക് എന്തെങ്കിലും അത് പിന്നെ കഴിച്ചിട്ടില്ല. അപ്പുവിനെ കാണിക്കാൻ മാത്രം ഒരു ഉത്സാഹം മുഖത്ത് കാണിക്കൂ. ആ പറയാൻ മറന്നു, നമ്മുടെ ദിവാകരൻ വന്നിട്ടുണ്ട്. ഓ, എന്നിട്ട് അവനെവിടെ? ആ, തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ, നീ എപ്പോ എത്തി? വെളുപ്പിനെ.
കുളി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോന്നു. നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? ആ, ഇനി ഇടയ്ക്കൊക്കെ വന്ന് അന്വേഷിച്ചോളാം. എനിക്കാണെങ്കിൽ വയ്യാണ്ടിയായി. ശരീരസുഖം നേരത്തെ ഇല്ല, ഇപ്പം മനസ്സിനും. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങാ. ഇവിടുത്തെ ബ്രാഞ്ചിൽ ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണം. വരട്ടെ മോനെ. ആ, നല്ലവനാ, ഉത്തരവാദിത്വങ്ങളും ഇല്ല. മോനെ ഇരുട്ടത്ത് വന്നിരിക്കുകയാണോ? വാ, വന്ന് ഊണ് കഴിച്ച് കിടക്കാൻ നോക്ക് മോനെ. വാ. കഴിക്കും മോനെ. അമ്മേ, അമ്മേ അച്ഛൻ കഴിച്ചിട്ടുണ്ടാവോ അമ്മേ? കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല. അവിടെ മഴ പെയ്യുന്നുണ്ടാവോ ആവോ? ഈ മഴയത്തും മഞ്ഞത്തും രാത്രിയിൽ കുട്ടൻ എവിടെ പോയി കിടക്കും എന്റെ ദൈവമേ? അമ്മ ഇനി ഓരോന്നും പറഞ്ഞ് അല്ലെങ്കിൽ തന്നെ ഒരു സ്വസ്ഥതയില്ല. അതുകൊണ്ടല്ല, നാട്ടുകാർ ചോദിക്കുമ്പോ ഒന്നും ഓർക്കുമ്പോ ഇത് തന്നെയാ ശരി. ഇത് പാരമ്പര്യമല്ലേ? കുട്ടൻ്റെ അച്ഛൻ എത്ര വർഷം ആമത്ത് കിടന്നെന്ന് അരകിച്ചത്. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. സ്വാതന്ത്ര്യത്തോടെ പുറത്തെങ്കിലും നടക്കട്ടെ. ഒന്നുമില്ലെങ്കിലും കുട്ടൻ്റെ ആത്മാവിനെങ്കിലും മോശം കിട്ടുമല്ലോ. അത്രയ്ക്കൊക്കെ സമാധാനിക്കാനേ വകയില്ല. ഞാൻ അപ്പു ചോദിച്ചത് ആലോചിക്കണേ. അവന് സമയത്തിനൊക്കെ കഴിക്കാൻ കിട്ടുന്നുണ്ടാവോ? അമ്മയൊന്ന് വായടക്കേ. രാധ ഉറങ്ങിയിട്ടില്ല. അവൾ അപ്പുറത്ത് കോലായിലുണ്ട്.
രാമേട്ടൻ അവിടുന്ന് രാവിലെ ഇവനെയും കൂട്ടി. വരുന്ന വഴിക്ക് ഇവനാ കുളക്കരയിൽ ഒറ്റയ്ക്കിരിക്കുന്നതുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നാ. ചോദിച്ചപ്പോ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഇല്ലടാ. ആ എന്താ രാമ പതിവില്ലാതെ ഈ സമയത്ത്? ഏയ് അങ്ങനെ വരണം തോന്നി. ഒരു കാര്യം പറയണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. ചിറ്റമ്മ ഇരിക്കൂ. ഇങ്ങനെ തുമ്പും പാലും ഇല്ലാണ്ട് എത്ര നാളാന്ന് വെച്ചിട്ടാ? വേറെ ഒന്നുമല്ല, എനിക്കും ഗോമതിക്കും തോന്നിയ ഒരാലോചനയാ. നമ്മുടെ രാധയെക്കുറിച്ചാ. അവളിങ്ങനെ എത്ര കാലാന്ന് വെച്ചിട്ടാ ഒറ്റയ്ക്ക് കഴിയണേ, അതും പറക്കം മുട്ടാത്ത ഈ കുട്ടിയും വെച്ച്. നമ്മുടെ ദിവാകരനാണെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവനാ. ഒറ്റാന്തടി, നല്ല സ്നേഹമുള്ളവനും. നമുക്കും ഉണ്ടല്ലോ അല്ലറ ചില്ലറ എണ്ണത്തിൽ അവനുമായിട്ട് അല്പം കടപ്പാടും. ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? മറ്റൊന്നുമല്ല, അവൻ്റെയും രാധയുടെയും കാര്യം തന്നെ. അവൾക്കും ഇഷ്ടക്കേട് തോന്നാൻ വഴിയൊന്നുമില്ല. അവനാവുമ്പോൾ അവളെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. നമുക്കൊന്ന് ആലോചിച്ചാലോ? എന്താ രാമ ഇത്? കുട്ടൻ ജീവിച്ചിരിക്കുമ്പോഴാണോ ഇങ്ങനെ ഒരു ആലോചന? നാട്ടുകാര് പോവാൻ പറ നാട്ടുകാരോട്. ചിറ്റമ്മ പഴയതൊന്നും മറക്കണ്ട. ഓർമ്മയില്ലേ നമ്മുടെ ചിറ്റയെടുത്ത് കൃഷ്ണമ്മാന്റെ മോള് ശാരദയുടെ കല്യാണക്കാര്യം? വിവാഹരാത്രി തന്നെയല്ലേ അവളുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചാൽ അവൻ നാട് വിട്ടത്. എന്നിട്ട് എന്താ ഉണ്ടായേ? അടുത്ത ദിവസം അതേ പന്തലിൽ വെച്ച് തന്നെ നടത്തിയില്ലേ കൃഷ്ണമാമ ഉണ്ണിയുമായിട്ടുള്ള അവളുടെ വിവാഹം, മറ്റവൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ. എന്നിട്ട് എന്തുണ്ടായി? എവിടെ പോയി അന്ന് ഈ നാട്ടുകാര്? അപ്പോ നമ്മുടെ ബുദ്ധിക്കും വിവേകത്തിനും ശരിയാണെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യാം. ബാക്കിയെല്ലാം ഈശ്വരന് വിട്ടുകൊടുക്കുക. കുട്ടന്റെ കാര്യത്തിലും നമ്മൾ അതാണല്ലോ ചെയ്തത്. പിന്നെ കുട്ടനെ കുറിച്ച് ഓർത്താണെങ്കിൽ കുട്ടൻ ഈ കാര്യത്തിൽ രാധയ്ക്ക് മാപ്പ് കൊടുത്തോളൂ. അവൾക്ക് നല്ലത് വരണമെന്ന് മാത്രമേ അവൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. എനിക്കറിയാം അവന്റെ മനസ്സ് മറ്റാരേക്കാളും. എന്നാലും ഉടനെ ഒരു വിവാഹത്തിന് അവള് സമ്മതിക്കൂ? ഉടനെ അല്ല, ഈ ബഹളമൊക്കെ ഒന്ന് കഴിയട്ടെ. അവളുടെ മനസ്സ് ശാന്താവുമ്പോൾ അവള് സമ്മതിക്കും.
എന്താ അപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിലും കണ്ടില്ലല്ലോ. എന്താ സുഖമല്ലേ? മാഷ് കന്യാകുമാരി പോയിട്ടുണ്ടോ? ഇല്ല. എന്തേ? ഓ, എനിക്ക് കൊറേ വിഷു കഴിഞ്ഞിട്ടും കിട്ടി. അച്ഛൻ മാത്രം എനിക്ക് തന്നില്ലല്ലോ. 100 രൂപയുണ്ട്. കാശ് വെറുതെ കളയരുത്. ഇങ്ങനെ ഇതിൽ തന്നെ ഇട്ട് സൂക്ഷിച്ച് വെച്ചോണം. എന്തെങ്കിലും അത്യാവശ്യം വരും, അപ്പോഴേ എടുക്കാവൂ. നീ കരയാതെ. അപ്പൊ എങ്ങും പോവില്ല. ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും. പിള്ളേരല്ലേ, കരയാതെ മോളെ. അന്വേഷിക്കാവുന്നതിന്റെ പരമാവധി അന്വേഷിച്ചു. കൂട്ടുകാരുടെ വീട്ടിലൊന്നും എത്തിയിട്ടില്ല. രാമൻ നായരെ കണ്ടില്ലല്ലോ. അങ്ങേര് മെമ്പറേയും കുട്ടി സ്റ്റേഷനിൽ വിവരം അറിയിക്കാൻ പോയിട്ടുണ്ട്. ആ പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. മാഷേ, മാഷേ, മാഷേ. ആരാ അത്? ഞങ്ങളാ മാഷേ, ഇല്ലിക്കപ്പടിന്ന് വരിക. എന്താ വിശേഷിച്ച് ഈ സമയത്ത്? മാഷർ ക്ലാസ്സിലെ അപ്പു ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ടില്ല. നമ്മുടെ മംഗലത്ത് വീട്ടിലെ സുഖമില്ലാത്ത കുട്ടന്റെ മോൻ. അച്ഛാ, ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് ടൂർ പോകുന്നുണ്ട്. എനിക്കും പോണം. വേണ്ട മോനെ, ഇനി ഒരിക്കൽ അച്ഛനും അമ്മയും മോനും കൂടെ ഒരുമിച്ച് പോവാം. ഒറ്റയ്ക്ക് പോകണ്ട. ഒറ്റയ്ക്കല്ല അച്ഛാ, കൂട്ടുകാരും ഉണ്ട്. വിജേഷും വരുന്നുണ്ട്. വേണ്ട മോനെ, ഞങ്ങളില്ലാതെ നീ എങ്ങും പോയിട്ടില്ലല്ലോ. ஏய் தம்பி, நீ எங்க போறது? பரமோனே, நினக்கு எവിടെ போனோம்? കന്യാകുമാരി. உன்னை அணைச்சிட்டு போகிறதுக்கு யாராவது அங்கே வருவாங்களா? இந்த வண்டி நாளை காலையில 5:36 தான் அங்க போய் சேரும். தம்பி, ஏதாவது பேசு தம்பி. ஏய், என்ன மணிச்சாமி? என்ன பிரச்சனை? இல்ல, இந்த பையன் தனியா தான் கன்னியாகுமரி போறது. அப்படியா? அங்க விடிய தான் எத்திச்சேரும் இல்லையா? அப்ப யாராவது அங்க வருவான்னு கேட்டேன், அவ்வளவுதான். அங்க பேச்சில அவன் பயந்து போயிருக்கும். பையன் தானே. என்ன தம்பி, நான் ஏதாவது தப்பா கேட்டாச்சா? ஏய், என்னையா அந்த சின்ன பையனை சும்மா பயப்படுத்தாதுங்க. இல்ல, நான் வந்து நீங்க சும்மா இரியா, அது சின்ன பையன் தானே.
കരയാതെ മോളെ. മോളെ എന്താ ഇത്? ഉനക്ക് എന്നാ വേണം? നില്ലടാ, നില്ല, നില്ലടാ. മരുന്നാ தெரியுது. എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുപോവാനാ. എന്നെ വേണം? ദോശ, ഇഡലി, മസാല ദോശ, ഭൂരി, നെയ്റോസ്. എന്തായാലും മതി. ഷൺമുഖ, 5 ഇഡലി പാർസൽ.
നടക്ക്. വരും. രാധേ, നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. അവരന്വേഷിച്ച് വരാമെന്ന് പറഞ്ഞല്ലേ പോയത്. നമ്മൾ ഈ കടപ്പുറത്ത് ഇങ്ങനെ തെക്കോടത്ത് നടക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി? അവരെത്തിയല്ലോ. ഇവിടെ അടുത്തൊരു കോൺവെന്റ് അത്രേ, മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റീസ്. അവരിങ്ങനെ കടപ്പുറത്ത് ഉപേക്ഷിക്കപ്പെടുന്നവരുടെ അടുത്ത് സംരക്ഷിക്കുന്നുണ്ട്. ആ കടക്കാരൻ പറഞ്ഞതാ. സമയം കളയണ്ട, നമുക്ക് അവിടെ വരെ പോയെന്ന് അന്വേഷിക്കാം. എന്റെ കുട്ടി ഒന്ന് അടങ്ങിയിരിക്കൂ. അതൊരു കന്യാസ്ത്രീ മഠാണെന്നല്ലേ പറഞ്ഞു. അവിടെ ചെന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങൾ പോയി നോക്കിട്ട് വരാം. ശങ്കരനേട്ടാ, ഞങ്ങൾ നോക്കിട്ട് വരാം. ഓ, ഞങ്ങളിപ്പോ വരാം. പോവാ. എന്താ മോളെ? എന്താ കുട്ടിയുടെ മോളെ?
ആ